Hello YouTube, welcome back. Nissan R50 അഥവാ Pathfinder വേഴ്സസ് മൈ ജീപ്പ് ഗ്രാൻഡ് ചെറോക്കി 2016 മോഡൽ. ഒരു ചെറിയൊരു എന്താ പറയുക കമ്പാരിസൺ അഥവാ എന്തുകൊണ്ട് നിസാൻ Pathfinder വാങ്ങിക്കണം എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ. ദയവായി മുഴുവനായി കാണുക, എന്നാലും മാത്രമേ നിങ്ങൾക്ക് വീഡിയോൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. R50 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും ടെക്നിക്കൽ നെയിമിലേക്ക് ബെൻസിൻ്റെ W21212 എന്നൊക്കെ പറയുന്ന പോലെ Pathfinder എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ Pathfinder എന്തുകൊണ്ട് സെലക്ട് ചെയ്ത്, പിന്നെ ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, പിന്നെ എന്തുകൊണ്ട് ഞാൻ ജീപ്പുമായിട്ട് കമ്പയർ ചെയ്തെന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റത്തെ ഒരു കാര്യം പറയട്ടെ, ഇത് ഈ ഒരു വണ്ടിയായിട്ട് കമ്പയർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് ബെസ്റ്റ്, അതായത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓഫ് റോഡ് വെഹിക്കിളാണ്. എന്നെപ്പോലെ ഓഫ് റോഡ് താല്പര്യമുണ്ട്, വണ്ടിയായിട്ട് ഇവിടുന്ന് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വേണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നല്ലൊരു SUV ഉണ്ടാവും, ഒരു 1.5 ലക്ഷം ദിർഹംസൊക്കെ കൊടുത്ത് വാങ്ങിച്ച വണ്ടി. പക്ഷേ അത് ഓഫ് റോഡിന് പോയി കഴിഞ്ഞാൽ എനിക്കുണ്ടായ അതേ അനുഭവം ഉണ്ടാവുക. കുറച്ചൊരു എക്സ്ട്രീമിലൊക്കെ പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇടിക്കും, ലിഫ്റ്റ് ചെയ്യാണ്ട് പറ്റൂല, അതേപോലെ ഒരുപാട് പൈസ വീണ്ടും സ്പെൻഡ് ചെയ്യേണ്ടി വരും ഇതിൻ്റെ കൂടെ. പക്ഷേ അങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്ക് ജസ്റ്റ് റെഫ്യൂസിന് മാത്രം ഒരു വണ്ടി വേണമെന്നുള്ളത് ഉണ്ട്, ഓഫ് റോഡിന് കൊണ്ടുപോകാൻ മാത്രം. അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാർക്കാണ് ബെസ്റ്റ് ഓപ്ഷനാണ് ഈ R50 എന്ന് പറഞ്ഞ സാധനം, നിസാൻ്റെ Pathfinder. ഇത് സെക്കൻഡ് ജനറേഷനാണ്. ഫസ്റ്റ് ജനറേഷൻ 1996 to 2001 ആണ്. ഓൾമോസ്റ്റ് 19 ഇയേഴ്സോളം പഴക്കമുള്ള വണ്ടിയാണ്. ഇത് 2005 മോഡലാണ്. പാർട്സൊക്കെ കിട്ടാനുണ്ട്, അതൊന്നും പേടിക്കണ്ട. പിന്നെ ഏത് തരത്തിലും ലിഫ്റ്റ് ചെയ്യാനും ഓഫ് റോഡിന് പറ്റിയ മോഡിഫിക്കേഷനൊക്കെ ചെയ്യാനും പറ്റും. എല്ലാം ചീപ്പായിട്ട് തന്നെ പാർട്സ് കിട്ടാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. പിന്നെ ഇതിന് പഴയ വണ്ടിയാകുമ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ഗൈസ്, ഇതാണ് വണ്ടി. സൈഡ് വ്യൂ, സ്നോർക്കൽ വെച്ചിട്ടുണ്ട്, മൊത്തത്തിൽ ഒരു പെയിൻ്റ് അടി, അതേപോലെ കുറച്ച് തുരുമ്പൊക്കെ ഉണ്ട്. പിന്നെ സാൻഡിലൊക്കെ പോവുക, എപ്പോഴും ഓഫ് റോഡ് പർപ്പസുള്ള വണ്ടി നിങ്ങൾ ഒരുപാട് എസ്തറ്റിക്കലി ബ്യൂട്ടി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു സജഷൻ. കാരണം ഇതിൽ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യാണ്ട് ഇതിൻ്റെ പെർഫോമൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പെർഫോമൻസ് കൂട്ടുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ 2 ഇഞ്ച് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്പേസറല്ല വെച്ചിരിക്കുന്നത്, കോയിലാണ്. കോയിൽ തന്നെ 2 ഇഞ്ച് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പറയത്തക്ക ഇതൊന്നുമില്ല, ഒരു പഴയ വണ്ടി ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും എല്ലാം ഒരു ബേസിക് ആണെന്നുണ്ട്. കീ ആണ് എല്ലാവരുടെയും. റിയർ വൈപ്പർ അന്നേരം വരുന്നുണ്ട്. പിന്നെ റിവേഴ്സ് ക്യാമറയൊക്കെ ഇപ്പം വെച്ചതാണ്. പിന്നെ ഈ ഹൂക്ക് ഇത് എനിക്ക് തോന്നുന്നു ബിൽറ്റിൻ തന്നെയാണ്. 16 ഇഞ്ച് ബീറ്റ് ലോക്ക് ടയറാണ് വെച്ചിരിക്കുന്നത്, അതായത് റിമ്മ് ബീറ്റ് ലോക്കാണ്. അത് ഇൻ കേസ് എക്സ്ട്രീം ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ടയർ സ്ലിപ്പാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റിമ്മെന്ന്. പിന്നെ 4 ടയറിനും ഈ റിമ്മിനും കൂടി 2400 സംതിങ് ആവുള്ളൂ, ആ ഒരു ബഡ്ജറ്റിനുള്ളിൽ വരും. ഇൻഫിനിറ്റിയുടെ QX4 എന്ന് പറഞ്ഞ വേറൊരു മോഡലുണ്ട്, അതായത് കുറച്ചും കൂടി ലക്ഷറിയസ് വേർഷൻ ആയിട്ടുള്ള നിസാൻ്റെ വേർഷൻ QX4. അതും ഇതേ എൻജിന് കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ ഇൻറ്റീരിയറിൽ വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരും. ക്രൂയിസ് കൺട്രോൾ വരും, സീറ്റിൽ ലെതർ സീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. സോ അതും ഒരു ഓപ്ഷനാണ്. അതും ഏകദേശം ഈ പ്രൈസിന് തന്നെ കിട്ടും. ഇപ്പോൾ സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, 12 mm തിക്കുള്ള സ്കിഡ് പ്ലേറ്റാണ് കൊടുത്തിരിക്കുന്നത്. റിയർ സൈഡിലും അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ സ്കിഡ് പ്ലേറ്റിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ജീപ്പിൻ്റെ ഫ്രണ്ട് സ്കിഡ് പ്ലേറ്റ് മാത്രം 2500 ദിർഹംസാണ്. പിന്നെ ലൈറ്റ്, ബാർ ലൈറ്റ് ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലും ടോപ്പിലും എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യമാണ് ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ. യൂണിബോഡി ഡിസൈനാണ്, കാറ് പോലെ തന്നെ. ലാഡ്രോൺ ഫ്രെയിം അല്ല, അതുകൊണ്ട് തന്നെ കാറ് ഓടിക്കുന്ന അതേ സുഖം തന്നെ ഇത് ഓഫ് റോഡ് കിറ്റൊന്നും വെക്കാണ്ട് ഓടിക്കുമ്പോഴും. അതുകൊണ്ട് അടിയിലും ഇതേപോലെ ബാഷ് പ്ലേറ്റ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ARBയുടെ ഔണിങ്, അതായത് ക്യാമ്പിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷെയ്ഡ് പോലത്തെ സാധനം. ഇതും കുറച്ച് കോസ്റ്റ്ലിയാണ്. ട്രാക്ക് കൊടുത്തിട്ടുണ്ട്. ഹാൻഡിലേക്ക് വരുമ്പോൾ ഈ മോഡൽ ഒരു ഗ്രിപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹാൻഡിലിൽ പണ്ട് മുതലേ. അതും കുറച്ചും കൂടി അതും നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ വണ്ടി ചെറിയ ക്രാഷൊക്കെ ആയിക്കഴിഞ്ഞാലും ഡോറിൻ്റെ ഹാൻഡിലിന് ഡാമേജ് ഒന്നും ഉണ്ടാവില്ല. ബ്ലൈൻഡ് സ്പോട്ട് മിറർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒന്ന് വലുത്, വിച്ച് ഈസ് വെരി യൂസ്ഫുൾ. പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ തിന്നാണ്. ഇതിലൊന്നും വെക്കാനൊന്നും പറ്റില്ല, ജസ്റ്റ് വാളറ്റ് പോലത്തെ വെക്കാൻ പറ്റുള്ളൂ. സ്പീക്കറുണ്ട്, റിയർ ഡോറിൽ 2 സ്പീക്കറുണ്ട്. ഇവിടെയും ഒരു ഫാബ്രിക്കിൻ്റെ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ട് ഡോറിലും അതേപോലെ കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി വൈസ് ഇപ്പോഴും 19 വർഷമായ വണ്ടീൻ്റെ ആയെങ്കിലും ഇതൊന്നും ഒരു എന്താ പറയുക ഡാമേജും ആയിട്ടില്ല ഒരു സൈഡിലും. ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്. സോ ഗൈസ്, ഈ റിയറിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്, ഇതിൻ്റെ അകത്ത് ഒരു ടെയിൽ ഗേറ്റ് ഉണ്ട്, നമുക്ക് പെട്ടെന്ന് സാധനങ്ങളൊക്കെ വെക്കാനും എടുക്കാനുള്ളത്. ഇവിടെ ഒരു നെറ്റ് കൊടുത്തിട്ടുണ്ട്. പഴയ ഈ വണ്ടിക്ക് മാത്രം കണ്ടുവന്നൊരു ഫീച്ചറാണ്. അതിന് 2 ആക്ച്വേറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട്.
ബിൽറ്റിനായിട്ട് റിയറിൽ ബ്രേക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് OEM ആണ്, ഇത് പ്രീവിയസ് ഓണർ ചെയ്തതാണ്. അതേപോലെ തന്നെ റിയറിൽ 2 ആക്ച്വേറ്റർ കൊടുത്തിട്ടുണ്ട്. ഒരു കവറിംഗ് ആയിട്ട് ഉപയോഗിക്കാം. ഇൻ കേസ് വാല്യുബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ എന്തെങ്കിലും ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് കവർ ചെയ്യാൻ പറ്റും. അതൊക്കെ 2005 നിസാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹൂക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെയും കോട്ടൊക്കെ തൂക്കാൻ പറ്റിയ ബാക്കിലൊരു ഇൻവേർട്ടർ ഉണ്ട്, പിന്നെ എയർ കംപ്രസർ ഉണ്ട്, ജാക്ക് ഉണ്ട്, ഒരു റോപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടയറിൻ്റെ സ്റ്റെപ്പിനിൻ്റെ അടിയിലാണ്, ബോട്ടത്തിലാണ്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എയർ കംപ്രസറിൻ്റെ. ഇതും എക്സ്ട്രാ ചെയ്തതാണ്. 12 വോൾട്ടിൻ്റെ ഒരു എക്സ്ട്രാ ചാർജിങ് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് ക്യാമ്പിങ്ങിനൊക്കെ ആവശ്യം വരുന്ന തരത്തിൽ. ഇവിടെ ഒരു ലൈറ്റൊക്കെ ഉണ്ട്. പിന്നെ മൊത്തത്തിൽ ഇൻസൈഡൊക്കെ കുറച്ച് ലൈറ്റൊക്കെ വെച്ച് പുള്ളി കുറച്ചൊരു ക്യാമ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു വീടിൻ്റെ ഒരു സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കോ ഡ്രൈവർ സീറ്റിലേക്ക് വരാം. കോ ഡ്രൈവർ സീറ്റിലൊരു ചെറിയൊരു ബോക്സ് ഉണ്ട്. ഇതേപോലെ വയറ് കാര്യങ്ങൾ ലൈറ്റൊക്കെയാണ്. പിന്നെ ഇവിടെ ഇതേപോലെ ഇതൊക്കെ ചൈനീസ് പ്രോഡക്ട്സ് വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ്. റിവേഴ്സ് ക്യാമറയും സെൻസറും വെച്ചിട്ടുണ്ട്, പാർക്കിംഗ് സെൻസർ. ഇത്രയൊക്കെയാണ് ഇതിലുള്ള. പിന്നെ ഇതിൻ്റെ ചില പ്ലാറ്റിനം എഡിഷൻ എന്ന് പറഞ്ഞ വേരിയൻറ്റിലൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ട് ഇതൊക്കെ 2 വൈസറൊക്കെ ഉണ്ട്. ഒന്ന് ഇങ്ങോട്ടേക്ക് തിരിക്കാൻ പറ്റുന്ന ഒരു വൈസർ, ഒന്ന് ഇങ്ങനെ ആക്കുന്നതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കുറച്ച് തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യമായിട്ടുള്ള തുരുമ്പൊന്നുമല്ല, ചെറിയ ചെറിയ പാച്ച് വർക്ക്. ഒരു കൂടുതലൊരു ഭംഗിയിലൊന്നും നിർത്തേണ്ട ഒരു വണ്ടിയല്ല. ഈ ഒരു റഫ് ലുക്ക് ഇങ്ങനെ ആക്കിയിട്ട് കൊണ്ട് കിടക്കുന്ന ടൈപ്പ് ജനങ്ങൾക്കുള്ള വണ്ടിയായത്. ടയർ ഞാൻ പറഞ്ഞില്ലേ അടിയിലാണ്. സ്ലിപ്പ് ഡിഫറൻഷ്യലൊന്നും അല്ലാന്ന്. ഇതിൻ്റെ ചില മോഡലിൽ സ്ലിപ്പ് ഡിഫറൻഷ്യലൊക്കെ വരുന്നുണ്ട്, ഇതല്ല. പിന്നെ ഷോക്ക് ബാക്കിൽ എക്സ്ട്രാ ആഡ് ചെയ്തത് ടൊയോട്ടേൻ്റെയാണ്. തന്നെ ഓട്ടോ മിറർ കൊടുത്തിട്ടുണ്ട്, 1 ടച്ച്, താഴോട്ട് പോകാനും മുകളിലോട്ടേക്ക് പോകാനുള്ളത്. അതേപോലെ കോ ഡ്രൈവർ സീറ്റിലും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. SRS എയർ ബാഗ്, സപ്ലിമെൻ്ററി റീസ്ട്രെയിൻ സിസ്റ്റത്തോട് കൂടിയ ഒരു എയർ ബാഗ് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. അന്ന് 2005 നിസാൻ കൊടുത്തിട്ടുള്ളൂ. ഒരു ആംറസ്റ്റ് ഉണ്ട്, അതൊരു വലിയൊരു ഹൈലൈറ്റ് ഉണ്ട്. കൈയും വെച്ചിങ്ങനെ വെച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു നല്ലൊരു കംഫർട്ട് വരുന്നുണ്ട്. വർഷമായിട്ട് ഓൾമോസ്റ്റ് ഒരു 10-60 തവണയോളം ഓഫ് റോഡിന് പോയിട്ടുണ്ട്. അത്രമാത്രം റഫ് ഹാൻഡ്ലിങ്ങിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണിത്. ഞാൻ പറഞ്ഞില്ല, യൂണി ബോഡിയാണ്, ലാറ്ററോൺ ഫ്രെയിം അല്ല. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടുമാണ് റൈഡിങ്ങിന്. അപ്പോൾ ഒരു 11,000 to 12,000 ദിർഹം റേഞ്ചിൽ നിങ്ങൾ വണ്ടി വാങ്ങിച്ചിട്ട് ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരുവിധം എല്ലാ ഓഫ് റോഡിനും കൊണ്ടുപോകാൻ പറ്റും. ഇത് VQ35D എന്ന് പറഞ്ഞ എഞ്ചിനാണ്. ഇതിലൊരു എക്സ്ട്രാ റീൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെയും 2 കോർണറിലും സെൻട്രലുമായിട്ട്. സെൻട്രലിലെ പില്ലർ ഷോക്ക് അബ്സോർബറിൻ്റെ പില്ലറുമായിട്ടാണ് അറ്റാച്ച്. എയർ ഫിൽറ്റർ K&Nൻ്റെ പെർഫോമൻസ് ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ ഫാൻ കൊടുത്തിട്ടുണ്ട് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സ്ട്രാ എയർ പോകും നമ്മളെ ഹീറ്റ് എക്സ്ചേഞ്ചർ അഥവാ റേഡിയേറ്ററിലേക്ക്. ഇതിപ്പോൾ ഒരു 400 ദിർഹംസിനുള്ളിൽ വരുന്ന ബാറ്ററിയാണ്. ഇത് ഫ്യൂസ് ബോക്സ് കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ ഈ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആസ്പിറേറ്റഡ് ആണ്. പക്ഷേ ഇതിൽ ഒരുപാട് എന്താ പറയുക അപ്ഗ്രേഡൊക്കെ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ അതാണ് ഈ എഞ്ചിൻ്റെ വേറൊരു ഗുണം. ഇത് നിസാൻ്റെ തന്നെ ഏറ്റവും ബെസ്റ്റ് എഞ്ചിൻ അവാർഡൊക്കെ നേടിയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഒരുപാട് എന്താ പറയുക കാലം പ്രൊഡക്ഷനിൽ നിന്നിട്ടുള്ളതാണ്. ഒരുപാട് കാറിൽ ഉപയോഗിക്കുന്ന ഒരു എഞ്ചിനാണിത്. 3.5 ലിറ്റർ VQ35D എന്ന് പറയുന്ന സീരീസിൽ വരുന്ന എഞ്ചിന്. ഇതിന് ഈ എഞ്ചിൻ തന്നെ നിസാൻ്റെ സ്പോർട്സ് കാറായ 350Z വെച്ചിട്ടുണ്ട്. അതായത് സ്പോർട്സ് കാറ്റഗറിയിൽ വരുന്ന ഒരു കാറിൽ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഏറ്റവും കൂടുതൽ കാലം പ്രൊഡക്ഷനിൽ നിന്നൊരു എഞ്ചിനാണിത്. ഇത് ഒരുപാട് കാറിൽ യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് നിസാൻ ഓൾട്ടിമ, മാക്സിമ, മുറാനോ, പിന്നെ റിനോൾട്ടുമായിട്ട് എന്താ പറയുക ഷെയർ ചെയ്തിട്ടുണ്ട് ഈ എഞ്ചിൻ, റിനോൾട്ടിൻ്റെ ചില കാർ മോഡലുമായിട്ട്. ഇപ്പോൾ 350Z വെച്ചുകൊണ്ടുതന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് പെർഫോമൻസ് കുറച്ചുകൂടി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനും കൂടിയാണിത്. അങ്ങനെയും ട്യൂൺ ചെയ്യാൻ പറ്റും. പിന്നെ ഈ വണ്ടി നിങ്ങൾക്കൊരു സ്റ്റാറ്റസിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക അടുത്തുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ FJ ക്രൂയിസർ, അല്ലെങ്കിൽ പിന്നെ ജീപ്പിൻ്റെ തന്നെ കുറച്ച് നല്ല വേരിയൻസ്, അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ ടൊയോട്ടേൻ്റെ 4 ലിറ്റർ
ഫോർച്യൂണറൊക്കെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. പക്ഷേ ചീപ്പ് ആൻഡ് ബെസ്റ്റായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ ബെസ്റ്റ് ഒരു കാറാണ് ഇത്. ഇതിൻ്റെ എല്ലാ പാർട്സിനും മാക്സിമം പോയി കഴിഞ്ഞാൽ 2000 ദിറംസൊക്കെ വരുള്ളൂ. ഈ എഞ്ചിന് 1600 ദിറത്തിനാണ് ഇതിനിടക്ക് മാറ്റിയത്. ഈ എഞ്ചിന് കുറച്ച് കോൺസും ഉണ്ട്, പ്രോസും മാത്രമല്ല. സിലിണ്ടർ ഹെഡ് അലൂമിനിയം ആണ്, അതേപോലെ തന്നെ ബ്ലോക്കും അലൂമിനിയം, അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ആണ് എഞ്ചിന്. ഇതിൻ്റെ മുന്നേ വന്നത് എഞ്ചിന് ഇതിനേക്കാളും കുറച്ചും കൂടി ഹെവി ലോഡൊക്കെ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള എഞ്ചിനായിരുന്നു. 168 HP അറ്റ് 4800 RPM, ടോർക്കും 196 ഫുട്ട് പൗണ്ട് ഉണ്ട് അറ്റ് 2800 RPM ഒക്കെ. പിന്നെ ഇതിനകത്ത് ഈ എഞ്ചിനിൽ തന്നെ ഒരു എക്സ്ട്രാ റീഇൻഫോഴ്സ്മെൻറ്റ് ഇതിൻ്റെ ബോട്ടം സൈഡ് കൊടുത്തിട്ടുണ്ട്. പോർട്ട് ഇഞ്ചക്ഷനാണ്, അതുകൊണ്ട് തന്നെ എന്താ പറയുക കാർബൺ ഡെപ്പോസിറ്റൊക്കെ കുറവായിരിക്കും. പിന്നെ ഹൈഡ്രോളിക് ടെൻഷനുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഞ്ചിന് ഓയിൽ കൺസംഷനാണ്. അതുകൊണ്ട് ഓഫ് റോഡിന് പോകുമ്പോൾ എന്തായാലും വന്നാലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ ചെക്ക് ചെയ്യണം. എങ്ങനെ വന്നാലും ഓയിൽ ബേൺ ചെയ്യും ഹൈ പെർഫോമൻസ് പോകുമ്പോൾ. ഈ ഓയിൽ ബേൺ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാറ്റലിക് കൺവേർട്ടർ പൗഡർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് തിരിച്ച് സിലിണ്ടർ വാളിൽ വന്നിട്ട് സ്ക്രാച്ചായി ഓയിൽ ഉള്ളിലേക്ക് എഞ്ചിനിലേക്ക് കത്തുന്ന തരത്തിലുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം. ഇതിൻ്റെ അകത്ത് വേറൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ലീക്ക്. അതിപ്പോൾ ഇതിനുമുണ്ട്, കുറച്ച് ലീക്ക് വാൾവ് എല്ലാ സിലിണ്ടറിൻ്റെ അടുത്തും കുറച്ച് ലീക്കൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ കുറച്ച് ക്വൈറ്റ് കോമൺ ആയിട്ടുള്ള കാര്യം, എല്ലാ വണ്ടിക്കും ഉള്ളതാണ്. പ്രോബ്ലംസ് ഇല്ലാത്ത എഞ്ചിനില്ല. കാറ്റലിക് കൺവേർട്ടറിൽ കുറച്ചൊരു അപ്ഗ്രേഡ് നടത്തി കഴിഞ്ഞാൽ ആ ഓയിൽ കൺസപ്ഷൻ കുറേ കുറയുന്നതാണ് കേട്ടിട്ടുള്ളത്. $370,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. AC ഫാനൊക്കെ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു എക്സോസ്റ്റ് നോട്ട് എന്തായാലും വേണം, കാരണം നമുക്ക് ഇതൊരു സേഫ്റ്റി കൂടിയാണ്. നമ്മൾ ഓഫ് റോഡിനൊക്കെ പോകുമ്പോൾ നമ്മളൊരു ഡീപ്പ് ക്ലൈംബ് അല്ലെങ്കിൽ ഡീപ്പ് ഡൈവൊക്കെ ആണെങ്കിൽ ഈ ഒരു എക്സോസ്റ്റ് നോട്ട് വെച്ചിട്ടാണ് മനസ്സിലാക്കുക നമ്മൾ ഇറങ്ങിപ്പോയോന്ന്. പിന്നെ ഫ്ലാഗ് പോളിൻ്റെ ടിപ്പ് കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്. സോ എക്സോസ്റ്റ് നോട്ട് ഹൈ തന്നെ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതിൻ്റെ തന്നെ മാനുവൽ ഗിയർ ഉണ്ട്. അത് കുറച്ചും കൂടി ഒരു ചെറിയൊരു പവറിൻ്റെ വ്യത്യാസമുണ്ട്, വിച്ച് ഈസ് റയർ ടു ഫൈൻഡ് ആണ് മാനുവൽ. പക്ഷേ കുറച്ചും കൂടി എന്തോസിയാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ മാനുവൽ സജസ്റ്റ് ചെയ്യും. മാനുവലിൻ്റെ ഒരു ഗുണം വേറെ തന്നെയാണ്. ഇതൊക്കെയാണ് ഗൈസ് ഈ വണ്ടിയെ കുറിച്ചുള്ളത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടൊരു ഓഫ് റോഡ് വാഹനം വേണം, അല്ലെങ്കിൽ ഡെയിലി പർപ്പസിന് ഇത് യൂസ് ചെയ്യുക, മോഡിഫൈ ഒന്നും ചെയ്യാണ്ട്. അധികം മോഡിഫൈ ഒന്നും ചെയ്യാണ്ട് ഫസ്റ്റത്തെ ഒരു ന്യൂബി കൈൻഡ് ഓഫ് റോഡൊക്കെ പോസിബിൾ ആണ്. കുറച്ചൊരു എക്സ്ട്രീം ലെവൽ അല്ലെങ്കിൽ കുറച്ച് ഹൈ ലെവലിലേക്കൊക്കെ പോകുമ്പോഴാണ് ഇതിന് ലിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടത്. നിങ്ങൾ തന്നെ തീരുമാനിക്ക്, വയസ്സായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്ക്. ഇങ്ങനെ പഴയത് മതിയോ ഓഫ് റോഡിന് പോകാൻ വേണ്ടി മാത്രം, എൻ്റെ പേഴ്സണൽ യൂസിന് മറ്റുള്ള വണ്ടി. പക്ഷേ രണ്ടും വ്യത്യാസം തന്നെയാണ്. പുതിയത് വേറെ പഴയത് വേറെ തന്നെയാണ്. പുതിയതിലുള്ള അത്ര സുഖമൊന്നും ഇതിൽ കിട്ടൂല. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയത് കൊണ്ടുപോകുമ്പോഴുള്ള വേദന ഇതിൽ ഉണ്ടാവില്ല. അതൊക്കെയാണ് എനിക്ക് മനസ്സിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. അതൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. പിന്നെ വേറെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇഷ്യൂ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ പിന്നെ ഇങ്ങനത്തെ വണ്ടിക്കൊന്നും പോകരുത്. കാരണം ഇത് കുറച്ച് പഴയതായതുകൊണ്ട് ചില ആൾക്കാർക്ക് പബ്ലിക്കെല്ലാം ഫേസ് ചെയ്യുമ്പോൾ എന്തോ പോലെ ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഞാനിത് സജസ്റ്റ് ചെയ്യില്ല. അല്ലാത്തവർക്കാണെങ്കിൽ ഓഫ് റോഡിന് പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ്. 2004 to 2005 വരെയുള്ള മോഡലാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. കാരണം അതിന് 3.5 ലിറ്റർ VVT DOHC ഓവർ ഹെഡ് ക്യാം ടെക്നോളജി ഉള്ള എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി പെർഫോമൻസ് ഓറിയൻറ്റഡ്. പിന്നെ ഭാവിയിൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. ഞാൻ പോയ പോലെ ഒരു 5-6 നല്ല ലോ ലെവലിലായിരിക്കും. പിന്നെ ഹൈ ലെവലിലേക്ക് പോകുമ്പോൾ എന്തായാലും നല്ല പെർഫോമൻസുള്ള എഞ്ചിന് ഒരു കോൺഫിഡൻസ് തന്നെയാണ്. ഇത് ഏത് കുന്നും മലയും കയറുന്നുള്ളത് കോൺഫിഡൻ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ആയിട്ടും ഉള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ തന്നെ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് വളരെ ഫേസ്ബുക്കിലൊക്കെ കിട്ടും. അതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത്രയൊക്കെയാണ് വണ്ടിയെക്കുറിച്ച് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതിൻ്റെ കൂടുതൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.